തിരക്കേറിയ ജീവിതത്തിനിടയിൽ നിന്ന് ഞാൻ സമാധാനം തേടുകയാണ്. അതെ, എ മൊമെന്റ് ടു നറിഷ് മൈ സോൾ. ആരോഗ്യത്തിനൊപ്പം സൗന്ദര്യവും. സമഗ്രമായ ആരോഗ്യത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പർശ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. വെൽഫെയർ പാർട്ടി പറവൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. ഇറാനെതിരെ ഇസ്രായേൽ അമേരിക്കൻ ആക്രമണങ്ങൾക്കെതിരെ പ്രതിഷേധിച്ചും ഇറാൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചും വെൽഫെയർ പാർട്ടി പറവൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പറവൂരിൽ പ്രകടനം നടത്തി. പറവൂർ മണ്ഡലം സെക്രട്ടറി OA നാസർ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം പ്രസിഡന്റ് KY ഇബ്രാഹിം മുഖ്യപ്രഭാഷണം നടത്തി. ജമാഅത്തെ ഇസ്ലാമി പറവൂർ ഏരിയ പ്രസിഡന്റ് KK അബ്ദുൽ അസീസ്, പറവൂർ ഷറഫ് ഇമാം, SM സൈനുദ്ദീൻ എന്നിവർ സംസാരിച്ചു. ഫജ്റോ സാദിഖ് നന്ദിയും പറഞ്ഞു. നമ്മുടെ നാട്ടിൽ ഇതിന് എന്ത് പ്രസക്തി, നാം എന്തിന് ഇത് തെരുവിൽ വിഷയമാക്കണം, ഒച്ചയുണ്ടാക്കണം എന്ന് ചോദിക്കുന്നവർക്ക് അത് മറുപടി എന്ന് പറയുന്നത് നമ്മുടെ അടുക്കളയിലേക്ക് വരെ, നമ്മുടെ വീട്ടിലെ ദൈനംദിന പ്രവർത്തനങ്ങളെ വരെ ബാധിക്കുവാൻ മാത്രം പോകുന്ന അത്രമാത്രം ദൂരവ്യാപകമായ ദുരന്തങ്ങൾ ഉണ്ടാക്കുവാൻ സാധ്യതയുള്ള ഒരു വലിയ യുദ്ധക്കെടുതിയിലേക്കാണ് ഇപ്പോൾ ലോകം മാറിക്കൊണ്ടിരിക്കുന്നത്. പ്രതിഷേധങ്ങളിൽ നിന്ന് തീർച്ചയായും ഇത്തരത്തിലുള്ള സൈനികവും സാമ്രാജ്യത്വവും പരാജയപ്പെടുക തന്നെ ചെയ്യുമെന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുകയും ആ വിശ്വാസത്തിന്റെ പേരിൽ അറുകൊല ചെയ്യപ്പെടുന്ന, അല്ലെങ്കിൽ ഒരു ദൈവത്തിൽ വിശ്വസിച്ചു എന്നതിന്റെ പേരിൽ മാത്രം അറുകൊല ചെയ്യപ്പെടുന്ന അവരെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് ലോകരാഷ്ട്രങ്ങൾ മുസ്ലിം സമൂഹത്തെ മൊത്തം ഇല്ലായ്മ ചെയ്യുവാനും വേണ്ടി അവരെ ഭീകരതയുടെയും അതുപോലെ തന്നെ മതമൗലികവാദത്തിന്റെയും ചാപ്പ കുത്തിക്കൊണ്ട് ലോകത്ത് നടത്തുന്ന ഇത്തരത്തിലുള്ള അനീതികളെ ചോദ്യം ചെയ്യുവാൻ എല്ലാ തെരുവുകളും സന്നദ്ധമായി സജ്ജമായി മുന്നോട്ട് വരുന്ന ഒരു കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേൽ ഏതാനും ദിവസങ്ങൾ മുമ്പ് വരെ ഫലസ്തീനിന്റെ മണ്ണിൽ യുദ്ധക്കെടുതികൾ വരുത്തിവെച്ച് നമ്മളിപ്പോഴും വേദനയോടെ സ്മരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഇറാന്റെ മണ്ണിൽ യാതൊരു അടിസ്ഥാനവുമില്ലാതെ കടന്നുകയറി US-ന്റെ സഹായത്താൽ ആക്രമണം നടത്തിയിരിക്കുകയാണ്. 150-ലധികം പെൺകുട്ടികൾ പഠിക്കുന്ന സ്കൂളിലേക്കാണ് അത് ബോംബിട്ട് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ പരമോന്നതമായ നേതാക്കളെയെല്ലാം വധിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇത്ര അധികം ഭീകരത കാണിക്കുന്ന രാഷ്ട്രം US-ഉം ഇസ്രായേലും ചേർന്ന് പശ്ചിമേഷ്യൻ രാജ്യങ്ങളെ അസ്ഥിരപ്പെടുത്തിയിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പറവൂർ.